എല്ലാ കൂട്ടുകാർക്കും ക്വിക്ക് ഷോട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ദേവസ്വം LDC എക്സാം ജൂലൈ 13 നടക്കുകയാണ്. അപ്പം നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് മുൻകാല ചോദ്യോത്തരങ്ങൾ നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത്? ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദേവനായി ആരാധിക്കുന്ന ക്ഷേത്രം വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രമാണ്. നമ്മളിവിടെ അടയാളപ്പെടുത്തിയത് വള്ളിയൂർക്കാവെന്നാണ്, തെറ്റരുത്. വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യമേത്? കൊമ്പ്. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18 പർവ്വങ്ങൾ. ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ്? ദ്വാരക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം കോട്ടയത്തെ ആദിത്യപുരം ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം. ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഡമരു. വിഷ്ണുവിൻ്റെ ഗദയുടെ പേരെന്ത്? കൗമോദകി. അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ ശങ്കരാചാര്യർ. കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച കൃതി അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏതു പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഭീഷ്മപർവ്വം. വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? കളമെഴുത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.